അസം മുസ്ലിം ഭൂരിപക്ഷ മേഖലയാകുന്നത് ജനങ്ങൾക്ക് ഭീഷണിയെന്ന് അസം ഡെപ്യൂട്ടി സ്പീക്കർ നുമൽ മോമിൻ. സംസ്ഥാനത്തെ 15 ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷമായി മാറി. അസമിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷമായ ഒരു ജില്ല പോലും ഉണ്ടായിരുന്നില്ല. ഇത് അസം തദ്ദേശീയ ജനതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നുവെന്നും ഡെപ്യൂട്ടി സ്പീക്കർ നുമൽ മോമിൻ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. As of now, 15 districts become Muslim majority. So it is a very alarming situation in Assam. So very scientifically and tactically they are infiltrating people from lower Assam to middle Assam to upper Assam. തീർച്ചയായും പൗരത്വ നിയമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വലിയ രീതിയിൽ വിവാദമായ ചില ഘടകങ്ങളൊക്കെ അസമിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ഇത്തരത്തിൽ പരസ്യമായി പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് സ്വാതി ഇതിലെ ഗുരുതരമായ ഭരണഘടനാ ലംഘനങ്ങൾ? മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി. അജിൻഷാദ്, ഈ അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുക ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയെത്തിയും വലിയ ആശങ്കകൾ അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ തന്നെ പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ നുമാൽ മോമിൻ തന്നെ അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഭൂരിപക്ഷ മേഖലകളില്ലായിരുന്നു. മുസ്ലിങ്ങൾ ഇപ്പോൾ അധികമായി വരുന്നു. 15 ജില്ലകളിലും മുസ്ലിം ഭൂരിപക്ഷമായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നത് തദ്ദേശീയർക്ക് വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇവരെല്ലാം തന്നെ നുഴഞ്ഞുകയറ്റക്കാരാണ്. അസമിലേക്ക് കടന്നു വന്ന് ഭൂമി കയ്യേറുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ, ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് 6000 മുതൽ 7000 വരെയാണ് മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അസം നിവാസികൾക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇത് സംസ്കാരത്തിന് യോജിക്കുന്നതല്ല, അത്തരത്തിൽ സംസ്കാരത്തെ തകർക്കുവാനുള്ള നീക്കമാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പറയുന്നത്. കുടിയൊഴിപ്പിക്കൽ നടപടി മുഖ്യമന്ത്രി നടത്തുന്നത് പ്രശംസനീയമാണ്. എന്നാൽ ഇനിയും അവരെ കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട്. അസമിൽ നിന്നും പൂർണ്ണമായും ഈ മുസ്ലിങ്ങളെ ഒക്കെ തന്നെയും പുറന്തള്ളണം എന്നുള്ള കാര്യം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. സർക്കാരിന് കീഴിൽ തദ്ദേശീയർക്ക് സുരക്ഷ ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ മുസ്ലിങ്ങളെ കുടിയിറക്കുന്നത് എന്നുള്ള വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി.